ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഈ മീഡിയയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. വളരെ പ്രശ്നങ്ങളെ കൊണ്ട് നിറയപ്പെട്ടതായ ഒരു അന്തരീക്ഷമാണ് നാം കടന്നു പോകുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രസക്തി ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. എവിടെ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നുണ്ടോ അവിടെ ദൈവസഭ വളരപ്പെടുവാൻ അല്ലെങ്കിൽ പണിയപ്പെടുവാൻ ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. നാം ചിന്തിക്കുന്നതൊക്കെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാണ് നാം കൂടുതലായിട്ട് നാം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് കൃപായുഗത്തിൻ്റെ അന്ത്യം എന്നുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. വേദപുസ്തകത്തിൽ വിവിധ യുഗങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃപായുഗത്തിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ആഗമനം മുതൽ യേശുക്രിസ്തുവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷത വരെയുള്ള സമയമാണ് കൃപായുഗം എന്ന് പറയുന്നത്. ഈ കൃപായുഗത്തിൽ നടക്കുന്ന അതിപ്രധാനമായ ഒരു വിഷയം സുവിശേഷീകരണമാണ്. ലോകത്തിൽ എവിടെയെല്ലാം മനുഷ്യൻ ജീവിക്കുന്നുണ്ടോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ വചനം എത്തപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. സകല ജനവും സകല മനുഷ്യരും, ആമേൻ, ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങളിലുള്ള പ്രിയപ്പെട്ടവരൊക്കെ മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കൃപായുഗത്തിലെ സഭയുടെ സ്ഥിതി വെളിപ്പെടുത്തുന്ന വ്യക്തമായ പ്രവചന ഭാഗങ്ങൾ ലേഖനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസത്യാഗത്തിൻ്റെ അസാധാരണമായ വളർച്ച, സഭയുടെ ഉൾപ്രാപണം ആസന്നമായിരിക്കുന്നു എന്ന ഒരു കാര്യമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യുഗാന്ത്യത്തോടടുക്കുന്ന സഭയിൽ, സമൂഹത്തിലും ദൈവനിഷേധം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ദൈവനിഷേധികളായ ഒരു കൂട്ടം ജനം വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ദൈവത്തിൻ്റെ വചനം നമുക്ക് പരസ്യമായിട്ട് സ്ഥാപിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പ്രശ്നങ്ങൾ വർദ്ധിക്കുമ്പോൾ നമുക്ക് മാറിയിരിക്കുവാനല്ല നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്നു. മറിച്ച് ദൈവത്തിൻ്റെ വചനം മനുഷ്യരെവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ എത്തണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവവചനം പറയുന്നു, നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിക്കും. അപ്പൊ എല്ലാ ആളുകളും ദൈവവചനം കേൾക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഓരോ യുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യരോടുള്ള ബന്ധത്തിൽ ആ മനുഷ്യരെ കർത്താവ് രക്ഷിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ രക്ഷയുടെ സുവിശേഷം, ആ വചനം ജനത്തോട് അറിയിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. അത് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ഈ കൃപായുഗത്തിൽ എത്തിയിരിക്കുന്ന ശുദ്ധന്മാർ നിവർത്തിക്കുന്നതിൽ ഞാൻ വളരെ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. അപ്പോൾ കൃപായുഗ അന്ത്യത്തിൽ സംഭവിക്കുന്ന ചില സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ നടക്കുവാൻ പോകുന്നത്, അതിനെക്കുറിച്ച് ചില ചിന്തകൾ വേഗത്തിൽ ഞാൻ നിങ്ങളോട് ദൈവവചനത്തിൽ നിന്ന് ഓർപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. അതിനാധാരമായി വിശുദ്ധ ബൈബിളിൽ ലേഖനങ്ങളിൽ 2 തിമോഥെയോസിന്റെ 3-ാം അധ്യായത്തിന്റെ 1 മുതൽ ചില വേദഭാഗങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യ സ്വസ്നേഹികളും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാരമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴുകിയ എന്നാണ്
അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതിയപ്പോൾ ഓർപ്പിക്കുന്നത്. ഇവിടെ ഈ അന്ത്യകാലത്ത് വന്നെത്തിയിരിക്കുന്ന, ഈ കൃപായുഗത്തിന്റെ അവസാനത്തിൽ വന്നെത്തിയിരിക്കുന്ന ദൈവജനം നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ഈ കാലഘട്ടത്തിൽ ദൈവപ്രിയമില്ലാത്ത ഒരു തലമുറ എഴുന്നേറ്റിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവഭക്തിയോ ദൈവവിശ്വാസമോ ദൈവത്തിന്റെ വചനത്തിനോ വില കൽപ്പിക്കാത്ത ഒരു സമൂഹം. അവരെ കുറിച്ച് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും, മനുഷ്യ സ്വസ്നേഹികൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് അവർ ദിവ്യാഗ്രഹികൾ, വമ്പ് പറയുന്നവർ, അഹങ്കാരികൾ, ദൂഷകന്മാര്, അമ്മയപ്പന്മാരെ ബഹുമാനിക്കാത്തവര്, അനുസരിക്കാത്തവര്, നന്ദി കെട്ടവര്, അശുദ്ധര് എന്ന് വേണ്ട. ഈ അന്ത്യകാലത്തിന്റെ ഒരു സവിശേഷതയാണ് സ്വന്തം ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റിരിക്കുക. അതേ പ്രിയരെ, സ്വന്തം ഇഷ്ടമനുസരിച്ച് പോകുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മറിച്ച് നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതെ, ആ ദൈവീയ കൃപയിലേക്ക്, ആ വിശ്വാസത്തിലേക്ക് വളർച്ച പ്രാപിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവപാതയിൽ സഞ്ചരിക്കുന്ന എല്ലാ ദൈവമക്കളെയും, എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഈ കൃപയിലേക്ക്, ദൈവകൃപയിലേക്ക് കടന്നു വരുവാൻ കഴിയാതെ ഏതെങ്കിലും ബന്ധനങ്ങളിൽ കഴിയുന്ന പ്രിയപ്പെട്ടവർ ഇത് കേൾക്കുന്നെങ്കിൽ അവർക്കുമുള്ള ഒരു അസുലഭമായ ഒരവസരമാണ് ദൈവവചനത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. വചനം ഒരിക്കലും മാറ്റമില്ല. ആ വചനം നിലനിൽക്കുന്നതാണ്. ആ വചനം നമ്മുടെ ജീവിതത്തിൽ നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഈ കൃപായുഗത്തിന്റെ ഈ അന്ത്യത്തിലെത്തിയിരിക്കുന്ന അതിൻ്റെ ലക്ഷണങ്ങളെ കുറിച്ച് പറയുമ്പോൾ, ദൈവപ്രിയമില്ലാത്ത ഒരു സമൂഹം എഴുന്നേൽക്കുന്നു എന്നുള്ളതാണ്. അത് നമുക്ക് എവിടെ നോക്കിയാലും അത് നമുക്ക് കാണാൻ കഴിയും. സമൂഹത്തിൽ, സഭയിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, തലമുറകളിൽ എല്ലാം എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ അവർക്ക് കഴിയുന്നില്ല. അവർ സ്വന്തം ഇഷ്ടം തിരഞ്ഞെടുത്ത് സ്വയാശ്രയക്കാരായി മുമ്പോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ നാം എത്തിയിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ, പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവിൻ. അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ, ദൈവവേലക്കാരെ, ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്നവരെ, ആത്മാവിലും ആരാധിക്കുന്ന വിശ്വാസികളെ, സമൂഹത്തെ പരിഹസിക്കുന്ന കൂട്ടമാണ്. വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ചില സന്ദർഭങ്ങൾ നമുക്ക് സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അന്ത്യകാലത്ത് മറ്റൊരു വിശേഷത, സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിയണം. അന്ത്യകാലത്ത് പരിഹാസികളുടെ ഒരു വലിയ സമൂഹം, നിന്ദിക്കുന്നവരുടെ ഒരു വലിയ സമൂഹം, സത്യത്തെ ത്യജിക്കുന്നവരുടെ അനുഭവം, ഇതൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അത് മറ്റൊരു 2-ാമത്തെ പോയിന്റ്, സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഈ കൃപായുഗത്തിന്റെ അന്ത്യത്തിൽ എഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ്. ഈ യുഗത്തിന്റെ അന്ത്യ പീരീഡിലാണ് നാം എത്തിയിരിക്കുന്നത്. അവസാന സമയത്താണ് നാം എത്തിയിരിക്കുന്നത്. ഇതൊക്കെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവപ്രിയമില്ലാതെ ജീവിക്കുന്ന ഒരു തലമുറ, അതുപോലെ തന്നെ സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ. തിമോഥെയോസിന്റെ ലേഖനം 1 തിമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ
ഒന്നാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. തിമോഥെയോസ് 4 അധ്യായത്തിന്റെ 1 വാക്യം. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. അപ്പൊ വിശ്വാസത്യാഗം സംഭവിക്കുന്ന ഒരു കാലമാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോ ഈ കൃപായുഗത്തെ അന്ത്യത്തിൽ അല്ലെങ്കിൽ കർത്താവിന്റെ വരവിന്റെ ആ മുമ്പ് നടക്കുന്ന ഒരു സംഭവമാണ് വിശ്വാസത്യാഗം. പൂർവ്വകാലങ്ങളിലെ വിശ്വാസം ഇന്ന് പലർക്കും അനുവർത്തിക്കാൻ കഴിയുന്നില്ല. അവരെല്ലാവരും വിശ്വാസത്തെ ചെറിയ പരിശോധനകൾ വരുമ്പോൾ അവര് വിശ്വാസം ത്യജിച്ച് പിന്മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്മാറ്റവും വിശ്വാസത്യാഗവും ഈ കൃപായുഗത്തിന്റെ അന്ത്യത്തിന്റെ ഈ യുഗത്തിന്റെ അവസാനത്തിന്റെ ഒരു ലക്ഷണമാണ്. യൂദായുടെ ലേഖനത്തിൽ അപ്പോസ്തലനായ യൂദ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ 3 വാക്യം വായിക്കുമ്പോൾ, പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നം ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടതിനെ പ്രബോധിച്ച് എഴുതാൻ ആവശ്യം എന്നെനിക്ക് തോന്നി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആമേൻ. അതിന്റെ 15 വാക്യത്തിൽ വായിക്കുമ്പോൾ, ആത്മാവ് എല്ലാവരെയും വിധിപ്പാനും കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവർത്തികൾ നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ നിഷ്ഠൂരങ്ങളും നിമിത്തം ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. അപ്പോൾ കർത്താവ് ഭക്തിക്ക് വിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തം ഭക്തികെട്ട പരിഹാസികൾ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തർ, ക്രിസ്തുവിനെ നിഷേധിക്കുന്ന പരിഹാസികൾ ഈ കാലഘട്ടത്തിൽ എഴുന്നേൽക്കുമെന്നുള്ളത് അത് നമുക്ക് തിരുവചനത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നു. അതിന്റെ 18 വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്: അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും എന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അപ്പൊ അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ, ദൈവത്തിന് സ്തോത്രം. നാം നേരത്തെ ചിന്തിച്ചത് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ, വിശ്വാസത്യാഗം സംഭവിക്കുന്ന ആളുകൾ, മറ്റൊന്ന് കർത്താവിനെ നിഷേധിക്കുന്ന, അല്ലെങ്കിൽ കർത്താവിന്റെ പ്രത്യക്ഷതയെ, അല്ലെങ്കിൽ കർത്താവിന്റെ വചനത്തെ, ദൈവത്തെ, യേശുവിനെ നിഷേധിക്കുന്ന പരിഹാസികൾ, അഭക്തർ ഈ അന്ത്യകാലത്ത് എഴുന്നേറ്റുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന് സ്തോത്രം. ഈ അന്ത്യകാലത്ത് മറ്റൊരു സവിശേഷത 19 വാക്യത്തിൽ പറയുന്നുണ്ട്. അവിടെ ഇങ്ങനെയാകാണ്: ഭിന്നത ഉണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ, ദൈവത്തിന് സ്തോത്രം. അപ്പോ ഭിന്നതയുണ്ടാക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഈ യുഗത്തിന്റെ അന്ത്യത്തിൽ എഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്ന ആത്മാവില്ലാത്തവർ, പ്രാകൃതന്മാർ. 20 വാക്യത്തിൽ പറയുന്നു: നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. പരസ്പരം സൂക്ഷിക്കുന്ന, പരസ്പരം കരുതുന്ന, പരസ്പരം ബഹുമാനിക്കുന്ന, പരസ്പരം ആത്മീയ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു ജീവിതമായിരിക്കണം ഒരു ക്രിസ്തീയ വിശ്വാസി ധരിക്കേണ്ടത്. അത് ഈ യുഗത്തിന്റെ അവസാനത്തിലേക്ക് നാം എത്തിയിരിക്കുമ്പോൾ ദൈവവചന നിഷേധികൾ, കർത്താവിനെ നിഷേധിക്കുന്ന ആളുകൾ, സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നവർ, പരിഹാസികൾ, ദൈവത്തിന് സ്തോത്രം, ക്രിസ്തുവിന്റെ ദൈവത്തെ നിഷേധിക്കുന്ന ആളുകൾ, ഭിന്നതയുണ്ടാക്കുന്നവർ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, ഇങ്ങനെ പാപത്തിന്റെ ഒരു വലിയ
പ്രവൃത്തി ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്ന് ഈ അന്ത്യസമയത്ത് മനുഷ്യരിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, അതെ, നാമും അതിന് കൂട്ടാളികളാകാതെ നമ്മുടെ ജീവിതം ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ കൃപായുഗത്തിലെ അന്ത്യത്തിൽ, കർത്താവെ, ഞാനിപ്പോൾ ഒരു പാപിയായ മനുഷ്യരാണ്, എൻ്റെ പാപത്തിനു വേണ്ടി അങ്ങ് ക്രൂശിൽ മരിച്ചത്, അങ്ങേ ഞാൻ എൻ്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നു. അങ്ങയുടെ ഇഷ്ടം ചെയ്ത് ആ കർത്താവ് ഒരുക്കുന്ന നിത്യരാജ്യത്തിൽ ചെല്ലുവാൻ എന്നെ ഒരുക്കണമേ എന്നുള്ള പ്രാർത്ഥന എന്നെ കേൾക്കുന്ന ഈ മെസ്സേജിലൂടെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ആത്മീയ ഒരുക്കം, ഒരു ആത്മീയ ഉദ്ധാരണത്തിലേക്ക് നിങ്ങൾ മാറ്റപ്പെടുന്നെങ്കിൽ അതിലൂടെ വലിയ ആത്മീയ സന്തോഷം നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ കൃപായുഗത്തിന്റെ അന്ത്യത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങൾ കാണുമ്പോൾ നാം, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ നമ്മെ ചേർക്കുവാൻ നമ്മുടെ കർത്താവ് മധ്യാകാശത്ത് വരുന്നു. ആ കർത്താവിന്റെ മധ്യാകാശത്തിലെ വരവിന് വേണ്ടി കൃപായുഗത്തിന്റെ അവസാനം സഭയെ ചേർക്കുവാൻ കർത്താവ് വരുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ. തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് പോലെ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് കർത്താവിന്റെ വരവിന് മുന്നോടിയായി നടക്കുന്ന ഈ സംഭവങ്ങൾ കാണുമ്പോൾ നമ്മുടെ പ്രത്യാശ പുരുഷന്റെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വരവ് വാതിക്കലായിരിക്കുന്നു എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കട്ടെ. വിശുദ്ധിയിൽ ജീവിക്കാം, നിർമ്മലതയോടെ ജീവിക്കാം. ആമേൻ, ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് മുമ്പിൽ മാതൃകയുള്ള ജീവിതം നയിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്കെല്ലാവർക്കും കൃപ തരട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.